I'm not a doctor, but a doctor is incomplete without me. Yes, I'm a pharmacist. ഞാൻ ആഷ്ലി റസാഖ് എൽസ്റ്റോ ഹെൽത്ത് കെയറിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 25-ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഫാർമസിസ്റ്റ് ഡേയോടനുബന്ധിച്ച് ചെറിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ബാക്ടീരിയൽസ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു സാധാരണഗതിയിലുള്ള മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും നമുക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് ആന്റി വൈറൽ ഡ്രഗ് ആണ് യൂസ് ചെയ്യുന്നത്. നൗ എ ഡേയ്സിൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ നമുക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് പോലും ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയാസ് ആന്റിബയോട്ടിക്സുമായിട്ട് റെസിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്നത് കൊണ്ടാണ്. ഈ ഒരു സിറ്റുവേഷനെയാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുടരെയുള്ള ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. കൺസൾട്ട് ചെയ്ത കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക, ഇടയ്ക്ക് മെഡിസിൻ സ്കിപ്പ് ചെയ്തു പോവുക, മറ്റൊരാളുടെ മെഡിസിൻ യൂസ് ചെയ്യുക, ഇതൊന്നും കൂടാതെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ കൂടാതെ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഫസ്റ്റ് വൺ, പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. വ്യക്തി ശുചിത്വത്തിലൂടെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെയും നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എത്രത്തോളം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുവോ അത്രത്തോളം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടരെയുള്ള കൈകഴുകൽ വ്യക്തി ശുചിത്വത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സെക്കൻഡ് വൺ, ആവശ്യമുള്ള ടൈമിൽ മാത്രം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുക. ബേസിക്കലി നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ വൈറൽ ഇൻഫെക്ഷൻ. മേ ബി സംടൈംസ് ഈ രണ്ട് ഇൻഫെക്ഷൻസിനും, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും വൈറൽ ഇൻഫെക്ഷൻസിനും സെയിം സിംറ്റംസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറൽ ഇൻഫെക്ഷൻസിന് നമുക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം. ആ ഒരു ടൈമിൽ ഈ സെയിം സിംറ്റംസ് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം, ഇത് ഏത് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ മേ ബി ഇത് റിലീഫ് ഉണ്ടാവാം എന്നുള്ളതിനകത്ത് നമുക്കൊരു തിങ്ക് വരും. സോ ആ ഒരു ടൈമിൽ സ്വയം ചികിത്സ ഒഴിവാക്കി അഡ്വൈസ് തേടുക. പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അഡ്വൈസോടുകൂടി മാത്രം ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക. തേർഡ് വൺ, കൃത്യമായി വാക്സിൻസ് എടുക്കുക. ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. പ്രായഭേദമന്യേ എല്ലാ ആൾക്കാർക്കും വാക്സിൻസ് അവൈലബിൾ ആണ്. ആ ഒരു ടൈമിൽ ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി വാക്സിൻസ് എടുക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം അറ്റ് എ ടൈമിൽ ഒരു റിലീഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ഒരു ടൈമിലെ ബുദ്ധിമുട്ട് എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും പലരും ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് ഏതൊരു തരത്തിലുള്ള റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാവാറുണ്ട്. ആന്റിബയോട്ടിക്സ് എടുക്കാറുണ്ട് ചിലപ്പോൾ. സംടൈംസ് അത് എഫക്ട് ചെയ്യാറുണ്ട്, അസുഖം മാറാറുണ്ട്. പക്ഷെ അത് ഫ്യൂച്ചർ ഹെൽത്ത് ഇഷ്യൂസിനെ ഒരു വലിയ രീതിയിൽ അത് ബാധിക്കും. അവിടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അത് കാലക്രമേണ മറ്റുള്ള അസുഖത്തിലേക്ക് വഴിതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാലും അഡ്വൈസ് തേടാതെ മെഡിസിൻ എടുക്കരുത്. പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം മെഡിസിൻ എടുക്കുക, എസ്പെഷ്യലി ആന്റിബയോട്ടിക് മെഡിസിൻസ്. ദെൻ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം അറ്റ് എ ടൈമിൽ ഒരു റിലീഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ഒരു ടൈമിലെ ബുദ്ധിമുട്ട് എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുക. പലരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള റിസ്ക് എടുക്കാനും അവർ തയ്യാറായിരിക്കും. ഇപ്പൊ ആന്റിബയോട്ടിക്സ് എടുത്തു, ഒരു ബുദ്ധിമുട്ട് വന്നു, തൊണ്ടവേദന എന്തെങ്കിലും വന്നു എന്ന് വെച്ചു, അപ്പൊ ഒരു ആന്റിബയോട്ടിക്സ് എടുത്തു, അത് മാറി, ആ ടൈമിൽ മാറി, നമ്മൾ സെറ്റായി. പക്ഷെ അത് കാലക്രമേണ നമ്മുടെ ഫ്യൂച്ചർ ഹെൽത്ത് ഇഷ്യൂസിനെ ഒരുപാട് ദോഷമായിട്ടായിരിക്കും അഫക്ട് ചെയ്യുന്നത്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടുകയും അത് മുന്നോട്ടുള്ള ലൈഫിനെ ഒരുപാട് അപകടകരമായിട്ട് അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു ബുദ്ധിമുട്ടാണെങ്കിലും, ഇനി വലിയ രീതിയിലാണെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് അഡ്വൈസ് എടുക്കാതെ മെഡിസിൻ എടുക്കാൻ പാടില്ല, എസ്പെഷ്യലി ആന്റിബയോട്ടിക് മെഡിസിൻസ്. ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കൂടാതെ ആന്റിബയോട്ടിക് മെഡിസിൻസ് എടുക്കാൻ പാടില്ല. ഇതൊരിക്കലും ഒരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്, ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ കൂടാതെ മെഡിസിൻ എടുക്കുന്ന ശീലം, സ്വയം ചികിത്സ എന്നുള്ള രീതി ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. Always laugh when you can. It's a cheap medicine. Anyway, happy Pharmacist Day.